ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് കേന്ദ്ര നിയമമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്ന് സർക്കാർ പ്രതിപക്ഷത്തെ അറിയിച്ചു. ബി.ജെ.പിയുടെ ദീർഘകാലമായുള്ള നീക്കങ്ങളുടെ ഒരു സുപ്രധാന ഘട്ടമായിരുന്നു ഇന്നത്തേത്. ഭരണഘടനയുടെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായ ഭരണഘടനാ ചർച്ചകൾ പാർലമെന്റിൽ നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ബില്ലുമായി മോദി സർക്കാർ ലോക്സഭയിലെത്തിയത്. ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളും എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനാധാരമായ ഫെഡറൽ സംവിധാനത്തിന് ചേരുന്ന നിയമനിർമ്മാണമാണോ എന്നതാണ് പ്രശ്നം. സംസ്ഥാനങ്ങളോടുള്ള മോദി സർക്കാരിൻ്റെ വിവേചനപരമായ സമീപനം ഇപ്പോൾ തന്നെ വലിയ ചർച്ചയാണ്. വിവേചനത്തിന് ഇരയായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം പേരാണ് കേരളം. അതുകൊണ്ട് തന്നെ മോദി സർക്കാരിൻ്റെ താല്പര്യങ്ങളെ നന്നായി തിരിച്ചറിയാൻ കഴിയുന്നതും കേരളത്തിനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്തണമെന്ന കാഴ്ചപ്പാട് നാടിന് ദോഷകരമായതും സംഘ് പരിവാറിന് സഹായകരവുമായ രാഷ്ട്രീയ പദ്ധതിയാണ്. നാടിന് നേട്ടം കൊണ്ടുവരുമെന്ന സർക്കാർ അവകാശവാദത്തിന് നോട്ട് നിരോധനത്തിലെ വീമ്പു പറച്ചിലിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എസ്.കെ. സജീഷ് CPIM, കെ. സോമൻ BJP, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുൻ MP, നിയമവിദഗ്ധൻ, ഭരണഘടനാ വിദഗ്ധൻ. ഈ ചർച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. രാജ്യം ഒട്ടേറെ നാളുകളായി ഈയൊരു നീക്കം നടത്തുന്ന സംഘ് പരിവാറിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിലപാടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അത്ര തന്നെ ശക്തമായ എതിർപ്പ് രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് താനും. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ നടപടിക്രമങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു പുറകോട്ട് സഞ്ചരിക്കുന്നതാവും നല്ലത് എന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഇന്നിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു, പ്രതിപക്ഷം എതിർത്തപ്പോൾ അത് ജോയിൻറ്റ് പാർലമെൻ്ററി സമിതിക്ക് വിടാം എന്ന ഒരു സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ പ്രക്രിയ മുന്നോട്ട് പോകുന്ന കാലമാണ്. ഒരു പാർലമെൻറ്റ് അംഗമായിരുന്ന ആളെന്നുള്ള നിലയിൽ താങ്കൾക്കത് കുറേ കൂടി നന്നായി പ്രേക്ഷകരോട് അതേക്കുറിച്ച് വിശദീകരിക്കാനും കഴിയും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എതിർപ്പുകൾ ഇങ്ങനെ ശക്തമാകുമ്പോഴും ഘട്ടം ഘട്ടമായി ആ ഒരു രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കുന്നതിലേക്ക് സംഘ് പരിവാർ നീങ്ങുന്നു എന്നുള്ളത് കൂടിയല്ലേ? അല്ല, ഞാൻ പണ്ടൊരിക്കൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്, പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന പാർട്ടിയാണ് BJP. അതെനിക്ക് പറയുകയുണ്ടായി. അവരെന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതവർ നടപ്പാക്കും. ഏറെക്കാലം അവർ പറഞ്ഞത് അനുച്ഛേദം 370 റദ്ദാക്കും. അതിനൊരു വ്യവസ്ഥ വെച്ചിരുന്നു, ഞങ്ങൾക്ക് 370 സീറ്റ് കിട്ടിയാൽ 370 റദ്ദാക്കുമെന്ന്. അതിന് ആ കണക്കിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടു. ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി ഇല്ലാതായി എന്ന് മാത്രമല്ല, സംസ്ഥാനം തന്നെ ഇല്ലാതായി. അങ്ങനെ അവരുടെ അജണ്ടയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നടപ്പാക്കാനായി അതിന് ഏത് മാർഗവും അവർ പ്രയോഗിക്കും. ഭരണഘടനയോ നിയമമോ കോടതിയോ ഒന്നും അവർക്ക് തടസ്സമാകുന്നില്ല. അയോധ്യ എങ്ങനെയാണ് പര്യവസാനിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഇനമായി മാറിക്കഴിഞ്ഞു. വളരെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി, മുൻ രാഷ്ട്രപതി തന്നെ അധ്യക്ഷനായ ഒരു കമ്മിറ്റി വളരെ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. 10-18ഓളം ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമുണ്ട്. സാധാരണഗതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള ഒരു ബലം, രാഷ്ട്രീയ ബലം BJPക്ക് ഇല്ല. പക്ഷേ അതൊക്കെ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അവർ അത് തീരുമാനിച്ചു, അത് നടപ്പാക്കും. അത് സംയുക്ത പാർലമെൻ്ററി സമിതി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ആ കടമ്പയൊക്കെ കടന്ന് അതൊക്കെ ഒരു ഐവാഷ് ആണ്. അതൊക്കെ അവർ സാധിച്ചെടുക്കും. പക്ഷേ ഇത് നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന അപകടം എന്താണ്, അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം നമ്മളൊക്കെ ഉൾപ്പെടെ ഇതിനെ എതിർക്കുന്നത്? ഇത് കേവലം BJPയുടെ ഒരു പരിപാടിയായതുകൊണ്ട് അങ്ങ് എതിർത്ത് കളയാം എന്നുള്ളതല്ല. ഇത് ഭരണഘടനയെ സംബന്ധിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ്. ഭരണഘടനയുടെ 75-ാം വർഷം പ്രമാണിച്ച് 2 ദിവസത്തെ ചർച്ച അത് ലോക്സഭയിലും രാജ്യസഭയിലും നടന്നു. അതിൻ്റെ പ്രയോജനം എന്താണെങ്കിലും അതിനുശേഷമുള്ള ആദ്യത്തെ നടപടി ഇതാണ്. ഇത് ഭരണഘടനയ്ക്ക് അനുയോജ്യമാണോ, ഭരണഘടനയ്ക്ക് അനുസരിച്ച് ന്യായീകരിക്കാവുന്നതാണോ, ഭരണഘടനയ്ക്ക് സ്വീകാര്യമാണോ തുടങ്ങിയ ചോദ്യങ്ങൾ, അതാണ് നമ്മുടെ മുന്നിലുള്ളത്.
രണ്ട് കാര്യങ്ങൾ മുൻനിർത്തി ഇതിനെ എതിർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന് ഫെഡറലിസമാണ്, മറ്റൊന്ന് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ഇവിടെ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോക്സഭയുടെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഉപസഭകളല്ല. നമുക്ക് സ്വന്തമായ അസ്തിത്വമുണ്ട്. ഓരോ സംസ്ഥാനത്തിനും, സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനങ്ങളില്ലെങ്കിൽ യൂണിയനൊന്നുമില്ല, സംസ്ഥാനങ്ങൾ ചേർന്നതാണ് യൂണിയൻ. ഓരോ സംസ്ഥാനത്തിനും ഒരു പ്രത്യേകമായ രാഷ്ട്രീയ അസ്തിത്വമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമസഭകൾ പ്രവർത്തിക്കുന്നത്. ആ നിയമസഭകളുടെ പ്രവർത്തനത്തെ ലോക്സഭയുടെ പ്രവർത്തനവുമായി ലിങ്ക് ചെയ്യാനുള്ള ശ്രമം, അത് വലിയ തോതിലുള്ള അപകടം ഫെഡറൽ കൺസെപ്റ്റിന് ഉണ്ടാക്കും. അതുപോലെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഉണ്ടാകും. ഇവിടെ ശ്രീ സോമൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വലിയ അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയായി തോന്നാം. പക്ഷേ അതിനപ്പുറം രാജ്യത്തിന് ഒരുപാട് ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് ഒന്നാമത്തേത് ഭരണഘടനാപരമാണ്. അപ്പോഴും താങ്കൾ പറയും അങ്ങനെയാണെങ്കിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി തന്നെയല്ലേ ഇതെല്ലാം പരിശോധിച്ചത് എന്ന് പറയുന്ന ഉത്തരവും BJP ക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി പാകപ്പെടുത്തിയതായി മാറുകയും ഇത് ഭരണഘടനാപരമാണോ എന്ന ചോദ്യം, ആഴത്തിൽ ആ ചോദ്യം വലിയ പ്രതിഷേധമായി, വലിയ ചോദ്യമായി രാജ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയുമല്ലേ. ഫെഡറലിസം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുക, അല്ലാതെ സംസ്ഥാനങ്ങൾ എല്ലാം കൂടി ചേരുന്നൊരു രാജ്യം എന്ന നിലയിലാണ്, അല്ലാതെ കേന്ദ്രം എന്ന് പറയുന്നതിൽ നിന്ന് താഴേക്ക് വരുന്ന സംസ്ഥാനങ്ങൾ എന്ന നിലയല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ആ നിലയിലുള്ള ഫെഡറലിസത്തിൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രം, അത്ര തന്നെ ശക്തമായ സംസ്ഥാനങ്ങൾ, അധികാരങ്ങൾ തന്നെ ആ നിലയിൽ വിഭജിച്ച് നൽകിയിട്ടുള്ള ഒരു സംവിധാനത്തിൽ ലോക്സഭയുടെ കാലാവധിക്കനുസരിച്ച് സംസ്ഥാനങ്ങളും നിയമസഭകളും പൂർത്തീകരിച്ചു കൊള്ളണം, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളണം. ഈ സംവിധാനം മുൻപ് ഈ രാജ്യത്തുണ്ടായിരുന്നു ശ്രീ സോമൻ. അത് പരാജയപ്പെട്ട ഒന്നാണ് എന്നൊരു അനുഭവം ഈ രാജ്യത്തിന് മുമ്പിലുണ്ട്. ഭരണഘടനാപരമാണോ, ഫെഡറലിസത്തിൻ്റെ അന്തസത്തയ്ക്ക് നിരക്കാത്തതല്ലേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രത്യേകിച്ച് ഭരണഘടനയുടെ 75-ാം വർഷത്തിൽ BJP പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായി വരില്ലേ? ആ ഉത്തരങ്ങൾ, നിങ്ങളുടെ ഉത്തരങ്ങൾ ഭരണഘടനാപരവും ഭരണഘടനയെ ബഹുമാനിക്കുന്നതോ അല്ലാതായി തീരുന്നു എന്ന വിമർശനമാണ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ ബഹുമാനനായ ശ്രീ സെബാസ്റ്റ്യൻ പോള് അദ്ദേഹം പരാമർശിച്ച ഒരു കാര്യം എനിക്ക് വളരെ അഭിമാനകരമായി തോന്നുകയാണ്. ശരത്തെ, BJP പറയുന്ന കാര്യങ്ങൾ ചെയ്യും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയും. അത് രാഷ്ട്രീയ രംഗത്തും നിയമരംഗത്തും പാർലമെന്ററിയനായിരുന്ന ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാറിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ്. അത്ര പോസിറ്റീവായിട്ടല്ല ഇന്ന് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു നിയമം, അതെ ആയിക്കോട്ടെ, ഞാനത് അഭിമാനകരമായി കാണുന്നു എന്ന് തന്നെ ആവർത്തിക്കുകയാണ്. BJP ഇതൊരു സുപ്രഭാതത്തിൽ പറഞ്ഞതല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. BJP ഏറെക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു നീക്കത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായം എങ്ങനെയാണ് ഇല്ലാതായി പോയത്, അത് ഫെഡറൽ സമ്പ്രദായത്തിന് ചേരുന്നതല്ലാത്തത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് അങ്ങ് പറഞ്ഞല്ലോ. ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയത് BJP അല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം, ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 3-4 തെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. അത് ഒരുമിച്ചാണല്ലോ നടന്നത്. അതിനുശേഷം ഈ സാഹചര്യം മാറിപ്പോയത് എങ്ങനെയാണ്? അതിന് ഉത്തരവാദികൾ ആരാണ്? അവർ ഈ ഫെഡറൽ സംവിധാനത്തെ തകർത്തതിനകത്തിൽ അത് BJP അല്ലല്ലോ, അത് BJP അല്ല. ഇത് ഈ വിഷയത്തെ നമ്മൾ ശ്രീ സോമൻ, അവിടെ ഒരു ചെറിയ ഉപചോദ്യമുണ്ട് താങ്കളോട് തന്നെയാണ്. ഒരു ഉപചോദ്യമുണ്ട്. രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും നിലപാടും മാറുന്നതിനനുസരിച്ച് മാറേണ്ടതല്ല തെരഞ്ഞെടുപ്പുകൾ. അന്നുണ്ടായ പ്രായോഗിക പ്രശ്നങ്ങൾ, കാലാവധി പൂർത്തിയാക്കാത്ത നിയമസഭകൾ, അതുപോലെ ഈ പറഞ്ഞ പോലെ 4-ാം ലോക്സഭ 70-ൽ അത് കാലാവധി തികയാതെ വന്നു. ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ആ പ്രായോഗിക പ്രശ്നങ്ങൾ, ഇത് ഭരണഘടനാപരമായ ഗൗരവമുള്ള വശം ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ താങ്കളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും തുടരും. സംസ്ഥാനങ്ങളെ തോന്നിയ കാലത്തോളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ നിർത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള കേന്ദ്രത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഒരു രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ കഴിയും.
അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെയുമുണ്ട് പ്രശ്നങ്ങൾ. അതൊരു ആര് ഭരിച്ചു എന്നത് നോക്കി മാത്രം കാണേണ്ടതല്ലല്ലോ ശ്രീ സോമൻ. ശ്രീ ശരത്തെ, ഞാൻ സൂചിപ്പിച്ചത് BJP അല്ല ഈ ഫെഡറൽ സമുദായത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതും ഈ സംവിധാനം അവസാനിപ്പിച്ചതും BJPയുടെ കാലത്തല്ല. BJP അതിന് ശ്രമം നടത്തിയിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. നമുക്ക് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതൊരു ക്രിയാത്മകമായിട്ടുള്ള മനോഭാവത്തോടെ കാണണം. ഇതൊരു BJP കൊണ്ടുവന്ന, നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു പരിഷ്കാരത്തെ പാടെ എതിർക്കുക എന്ന സമീപനത്തിനപ്പുറത്തേക്ക് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഭരണഘടനാ പദവി വഹിച്ചിരുന്ന മുൻ രാഷ്ട്രപതി നേതൃത്വം നൽകിയ ഒരു സമിതി ഇതിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പല പഠനങ്ങളുണ്ടല്ലോ. ആ സമിതിക്കകത്തിൽ ഭരണഘടനാ വിദഗ്ധന്മാരുണ്ട്, ആ സമിതിക്കകത്തിൽ നിയമവിദഗ്ധന്മാരുണ്ട്, ആ സമിതിക്കകത്തിൽ ധനകാര്യ വിദഗ്ധന്മാരുണ്ട്. ഈ നിലയിൽ വൈവിധ്യമാർന്ന രംഗത്തെ പരിചയസമ്പന്നരും പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ ആ രംഗത്ത് ഈ പരിഷ്കാരത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് രാജ്യത്ത് നടപ്പാക്കാവുന്നതാണ് എന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് മന്ത്രിസഭ അംഗീകരിച്ച് ഇന്ന് ലോക്സഭയിൽ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ അത് JPCക്ക് വിടുന്ന ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമിതിയോട് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സഹകരിച്ചോ? അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവിനെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ആ സമിതിയുമായി സഹകരിക്കാൻ, ഈ പ്രതിപക്ഷ കക്ഷികളുടെ വിയോജിപ്പിൻ്റെ ഏകോപനം നൽകാൻ, അവിടെ ഒരു നിലപാട് സ്വീകരിക്കാൻ, ഇതിലെ പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഒന്നും തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായില്ല എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ഈ ബില്ലുമായി ബന്ധപ്പെട്ട്, ഈ നിയമവുമായി ബന്ധപ്പെട്ട് പോരായ്മകളുണ്ടെങ്കിൽ അത് വരുന്ന നാളുകളിൽ വീണ്ടും പരിശോധിക്കാനും ചർച്ച ചെയ്യാനും പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും നമ്മുടെ ഫെഡറൽ സംവിധാനം തകരാതിരിക്കാനും നമ്മുടെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളൊക്കെ നിലനിർത്താനും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചെലവ് കുറച്ചു കൊണ്ടുവരാനും വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാനുമുള്ള ഒരു സമീപനമെന്ന നിലയിലാണ് നരേന്ദ്രമോദി സർക്കാർ ഈ നിയമം രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. പോരായ്മകളുണ്ടോ? താങ്കളത് പറഞ്ഞു, പരിശോധിക്കപ്പെടേണ്ടതാണ്. JPC ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞു വെച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സോമൻ, ഞാൻ വരാം. ആമുഖമായി താങ്കൾ പറഞ്ഞു വെച്ചത് വ്യക്തമായി BJPയുടെ വാദം വന്നു കഴിഞ്ഞു. ഇവിടെ ശ്രീ SK സജീഷ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് പാടെ എതിർക്കുക, മോദിയാണോ BJP ആണോ സംഘ് പരിവാറാണോ എന്നതുകൊണ്ട് പാടെ എതിർക്കുക. എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞതുമായ ഒരു കാര്യമുണ്ട്, ഇത് ഇന്നോ ഇന്നലെയോ എന്നുള്ളതല്ല, തങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ്, കാഴ്ചപ്പാടാണ്. അതിലേക്ക് എത്താൻ അവരുടെ അടുത്തൊരു കാലം ഉണ്ട്. അത് ശ്രീ സജീഷ് നന്നായി അറിയാം. ആ നിലയിലുള്ള അവരുടെ ഒരു രാഷ്ട്രീയത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റേതായിട്ടുള്ള പല വഴികളിലൂടെ ആ പ്രക്രിയ പൂർത്തീകരിക്കുന്ന നിലയിൽ കൊണ്ടുപോകുമ്പോൾ പാടെ എതിർക്കുക എന്നുള്ളത് അതിൻ്റെ ഏതൊരു ഗുണപരമായ വശമുണ്ട് എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. ആ ഗുണപരമായ വശത്തെ ഒന്നും കാണാതെ പാടെ എതിർക്കുക എന്ന നിലയിലാണോ പ്രതിപക്ഷം, വിശേഷിച്ച് CPIM അടക്കമുള്ള ഇടതു പാർട്ടികൾ ഇതിലൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഇതിൽ ഗുണപരമായ ഒരു വശവുമില്ല എന്ന് വ്യക്തമായി പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി കഴിയും. ഇതൊരു ലക്ഷ്യമാണ്. ഗോൾവാൾക്കർ വിചാരധാരയിലൂടെ മുന്നോട്ട് വച്ച ഒരു ദേശം, ഒരു രാഷ്ട്രം, ഒരു നിയമസഭ, ഒരു നിയമനിർമ്മാണ സംവിധാനം എന്ന ചിന്താഗതി, ആ ചിന്താഗതി നടപ്പിലാക്കാനുള്ള RSSൻ്റെ പദ്ധതിയാണ്. RSS ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ ഭരണഘടനാ അസംബ്ലി ഭരണഘടനയെ അംഗീകരിക്കുമ്പോൾ തന്നെ ഓർഗനൈസറിലൂടെ, അവരുടെ മുഖമാസികയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൽ അവർ പറയുന്നത് RSSൻ്റെ ഇപ്പോൾ ഈ ഭരണഘടന അംഗീകരിക്കാതിരിക്കാൻ കാരണം മനുസ്മൃതിയുടെ സത്ത ഇതിനില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ മനുസ്മൃതിയുടെ സത്ത എന്താണ്? ഈ രാജ്യത്തിൻ്റെ വൈവിധ്യം, നമ്മൾ നാനാത്വത്തിൽ ഏകത്വം, വൈവിധ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതാണ്, വൈവിധ്യങ്ങളുടെ ഏകീകരണമാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ഈ രാജ്യത്തിൻ്റെ വളർച്ചയും. എന്നാൽ ആ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക, ആ വൈവിധ്യങ്ങളെ പുറന്തള്ളുക, അങ്ങനെ പുറന്തള്ളണമെങ്കിൽ വൈവിധ്യങ്ങളൊന്നുമില്ലാത്ത ഒരു അടിച്ചമർത്തുന്ന സംവിധാനത്തിലേക്ക് ഈ നാട് മാറണം, ഈ രാജ്യം മാറണമെന്ന RSSൻ്റെ താല്പര്യമാണ് ഇതിലൂടെ മുന്നോട്ട് വരുന്നത്. മറ്റൊന്നുള്ളത് ഫെഡറലിസത്തെ പൂർണ്ണമായും തകർക്കുക. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം
ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന പരിശോധന, ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കപ്പെട്ടോ എന്നൊരു പരിശോധനയുണ്ട്. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും എവിടെയായാലും അതിന് ഭരണഘടനാപരമായി കേന്ദ്രം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് രണ്ടും കൂടി ചേർന്ന് കൈകാര്യം ചെയ്യുന്ന കൺകറൻറ്റ് ലിസ്റ്റ്, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇതിൻ്റെ ഓരോ പ്രവർത്തന മേഖലയെക്കുറിച്ചുമുള്ള ജനാധിപത്യപരമായ പരിശോധനയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരുമിച്ച് നടത്തിയാൽ എന്താണ് സംഭവിക്കുക? ഈ ഓരോ മേഖലയിലും ഉള്ള യഥാർത്ഥ ജനാധിപത്യ പരിശോധന നടക്കില്ല. ഏകീകരിച്ച് നടത്തിയാൽ അതാണ് സംഭവിക്കുക. അങ്ങനെ ജനാധിപത്യ പരിശോധന, ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പരിശോധന നടന്നില്ലെങ്കിൽ വർഗീയത പോലെയുള്ള വിഭാഗീയത ആളിക്കത്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന സഖ്യങ്ങൾ, ആ സഖ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ BJPക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്ന് പറയുന്ന ഈ സ്വപ്നത്തെയെല്ലാം ഇല്ലാതാക്കി കളഞ്ഞത് വൈവിധ്യങ്ങൾ ചേർന്നതുകൊണ്ടാണ്. പല വൈവിധ്യങ്ങളും ചേർന്നു. ആ വൈവിധ്യങ്ങൾ ഒരുമിച്ച് നിന്ന് എന്തുകൊണ്ടാണ് പല പ്രാദേശിക പാർട്ടികളും യോജിച്ചത്? അവർക്ക് ദേശീയ താല്പര്യം വരുമ്പോൾ യോജിക്കാം, എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുമ്പോൾ അവർക്ക് അധികാര പ്രശ്നം വരുമ്പോൾ യോജിക്കില്ല. അതുകൊണ്ടൊരു കുതന്ത്രം അതിനകത്തുണ്ട്. എന്താണ്? ഈ സംസ്ഥാന പാർട്ടികളെ ഈ യോജിപ്പിനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് പ്രധാനമായും ഇതിൽ കാണേണ്ട ഒരു കാര്യം കൂടിയുള്ളത് സ്വേച്ഛാധിപത്യം. നേരത്തെ ഇവിടെ BJPയുടെ സുഹൃത്ത് ഇതിൻ്റെ പോസിറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ്? ഈ ഭരണഘടന സ്വേച്ഛാധിപത്യത്തെ, ഫാസിസത്തെ, തീവ്രവാദത്തെ, എല്ലാ വിഭാഗീയതയും തടയാൻ കഴിയുന്ന കരുത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. എങ്ങനെയാണത് ഉണ്ടാവുന്നത്? അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലൊരു സൈനിക അട്ടിമറി സാധ്യമല്ലായിരുന്നു. കാരണം ഇന്ത്യക്ക് ഏകീകരിച്ചൊരു സൈന്യാധിപനില്ല. പാകിസ്ഥാനിലൊക്കെ നമ്മൾ കാണും, സൈന്യാധിപൻ തീരുമാനിച്ച് സൈന്യത്തെ വെച്ച് ഭരണം അട്ടിമറി. ഇന്ത്യയിൽ അത് കഴിയില്ലായിരുന്നു. ഇവർ അതിനെ അട്ടിമറിച്ച് ഒരു സൈനിക തലവനെ ഒരു വശത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന ഒരു തീരുമാനം അത്. അതുപോലെ തന്നെയാണ് ജനാധിപത്യത്തിനകത്ത് ഒരു ട്രെൻഡ് രൂപീകരിക്കുന്നു. എന്തെങ്കിലും ഒരു ഘടകം, ഒരാളുടെ മരണമോ അല്ലെങ്കിൽ വർഗീയപരമായ എന്തെങ്കിലും ചിന്തയോ ട്രെൻഡ് രൂപീകരിച്ചാൽ ആ ട്രെൻഡിനകത്ത് ചിലപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരാം എന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ആ ട്രെൻഡിനെ രാജ്യസഭയിൽ നിലനിർത്താൻ വേണ്ടി കഴിയില്ല. ലോക്സഭ 5 വർഷത്തേക്കാണെങ്കിൽ രാജ്യസഭ പിരിയാത്ത സഭയാണ്. 6 വർഷം കൂടുമ്പോൾ ഓരോ അംഗത്തിൻ്റെയും കാലാവധി കഴിയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വരുന്ന മാറ്റത്തിനനുസരിച്ച് അതിലെ അംഗങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ എന്താണ് സംഭവിക്കുക? ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ രാജ്യസഭയിലും ലോകസഭയിലും ഒരേ രീതിയിലായിരിക്കും പ്രാതിനിധ്യം ഉണ്ടാവുക. ആ പ്രാതിനിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകാധിപത്യപരമായി പെട്ടെന്നുണ്ടായ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ഏതെങ്കിലും പരുതാത്ത ശക്തിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞാലും പിന്നീട് അത് തിരിച്ചറിയുന്ന സംസ്ഥാനങ്ങളിലൂടെ, രാജ്യസഭയിലൂടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും. അതിനാണ് ഈ ഡബിൾ ടയർ സിസ്റ്റം ഇന്ത്യൻ ഭരണഘടനയിൽ നിലനിൽക്കുന്നത്. ഈ പ്രതിരോധത്തെയെല്ലാമാണ്, ജനാധിപത്യത്തിലെ സകല പ്രതിരോധത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലോക്സഭയിലെ ഭൂരിപക്ഷം കാലാവധി കഴിയുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം വന്നാൽ ഒരു കൗൺസിലൊക്കെ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാം എന്നുള്ളതൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും വരും. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ഏകാധിപത്യത്തിൻ്റെ പ്രവണതയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് എന്ന് കാണണം. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ചിലവ് ചുരുക്കൽ എന്ന് അദ്ദേഹം വരികൾക്കിടയിലൂടെ പറഞ്ഞു. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രയോഗം ഇപ്പോൾ BJP ഈ കുതന്ത്രത്തിന് മറയിടാൻ വേണ്ടി നടത്തുന്നൊരു പ്രയോഗം അതാണ്. ഞാൻ വിശദമായ ചരിത്രത്തിലേക്ക് പോകില്ല, സമയപരിമിതി മൂലം. 51 മുതലുള്ള ഇങ്ങോട്ട് 51-52 തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ആദ്യമൊക്കെ ഒരു 10 കോടി, പിന്നെ അതിനുശേഷം 89-ൽ 100 കോടി, പിന്നെ 2004-2014 1000 കോടി കവിയുന്നത്. പിന്നെ 2016 ശരിക്കും 3870 കോടി രൂപ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് ചെലവ് വന്നത് 2019 8,966 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ 60% എന്തിനാണ് ചെലവഴിച്ചത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് 15 വർഷം നിൽക്കും. എന്നാൽ ഈ 3 തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാണ് നടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക?
വേറെയും വോട്ടിംഗ് മെഷീൻ ഇതേപോലെ വാങ്ങേണ്ടി വരും, സംസ്ഥാനത്തിന് വേറെ വോട്ടിംഗ് മെഷീൻ വാങ്ങേണ്ടി വരും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വോട്ടിംഗ് മെഷീൻ വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞാൽ 60% ചെലവ്, തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ 3 തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുമ്പോൾ വമ്പിച്ച ചെലവിലേക്ക് മാറും. മാത്രവുമല്ല, അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണെങ്കിൽ, പഞ്ചായത്ത് കൂടി നടക്കുകയാണെങ്കിൽ 5 വോട്ട് ഒരാൾ ചെയ്യണം, അല്ലെങ്കിൽ 3 വോട്ട് ചെയ്യണം. ഈ 3ഉം 5ഉം 2ഉം വോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സമയം കൂടും. സമയം കൂടിയാൽ എന്താ സംഭവിക്കുക? സമയം കൂടിയാൽ അതിനനുസരിച്ച് ബൂത്തുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. ബൂത്തുകളുടെ എണ്ണം കൂട്ടണം, ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടണം. ഇതെല്ലാം ചെലവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. മാത്രവുമല്ല, 15 വർഷത്തേക്ക് മെഷീൻ ഉപയോഗിക്കാം. അതുകൊണ്ട് 15 വർഷം സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഈ 60% ചെലവ് കുറഞ്ഞാണ് നിൽക്കുന്നത്. ഇത് പരിശോധിച്ചാൽ വ്യക്തമാകുന്ന കാര്യമാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ശരത്ത്. ഈ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിന് വേണ്ടി പണം ചെലവഴിക്കണ്ടേ? ബഡ്ജറ്റിൻ്റെ 0.7% ചെലവഴിക്കുന്നുള്ളൂ. എന്നാൽ അത് വേണ്ട എന്ന് വെച്ചാൽ ഇവർ നാളെ പറയും എന്താണ്, തെരഞ്ഞെടുപ്പ് 5 വർഷം വേണ്ട, 10 വർഷമാക്കാം, തെരഞ്ഞെടുപ്പേ വേണ്ട എന്ന ഏകാധിപത്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണിവർ. ആ അജണ്ടയുടെ തുടക്കമാണിത്. ഓക്കെ, ആ പോയിന്റിലേക്കാണ് ഈ വിവിധങ്ങളായ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സജീഷ് എത്തി നിൽക്കുന്നത്. ഞാൻ ശ്രീ സെബാസ്റ്റ്യൻ പോൾ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിലൊരു രാഷ്ട്രീയ തർക്കം കൂടി ചർച്ചയ്ക്കകത്ത് രൂപപ്പെട്ട പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ശ്രീ സോമനിലേക്ക്. ശ്രീ സോമൻ, 3 ഘടകങ്ങളുണ്ട്. വളരെ ചുരുക്കി താങ്കളുടെ ഒരു റിയാക്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകും. അതായത്, ഒന്ന്, RSSനെ രാജ്യത്തിനറിയാം. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ കാലം മുതൽ ഭരണഘടനയെ എതിർക്കുന്നു, ദേശീയ പതാക എതിർക്കുന്നു. അതിൻ്റെ ഓരോ ഘട്ടവും ചരിത്രപരമായി തന്നെ നമ്മുടെ മുന്നിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കൊപ്പം നിലകൊണ്ട RSSനെയും പിന്നീട് വന്ന ജനസംഘം, BJP 80കളിലാണ് വരുന്നത്. അങ്ങനത്തെ ഒരു ധാര വളരെ കൃത്യമായുണ്ട്. അത് സജീഷ് ഇവിടെ അവതരിപ്പിച്ചു വെച്ചു. ആ RSSൻ്റെ ദീർഘകാല പദ്ധതിയാണ് എന്നതുകൊണ്ടാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിലെ നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയ്ക്കനുസരിച്ച് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. പാടെ നിരാകരണത്തിൻ്റെ പ്രശ്നമല്ല. 1. 2, ജനാധിപത്യപരമായ പരിശോധന നടക്കില്ല എന്ന് പറയുന്നതിനെ പ്രായോഗികമായി കൃത്യമായി അവതരിപ്പിച്ചില്ലേ? ഒന്ന്, നമ്മൾ പറയാറുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് കേന്ദ്ര വിഷയങ്ങളിൽ കേന്ദ്ര ഭരണത്തിൻ്റെ വിലയിരുത്തലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് വേറൊരു പാറ്റേണാണ്. മുമ്പ് പറഞ്ഞ പോലെ അധികാരങ്ങൾ വ്യത്യസ്തങ്ങളായി, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ആ നിലയിൽ സ്റ്റേറ്റിൻ്റെ ഭരണത്തെ വിലയിരുത്തുന്ന നിലയിലൊരു തെരഞ്ഞെടുപ്പ് ആംഗിൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഈ വൈവിധ്യങ്ങളെ അതേപടി ഉൾക്കൊണ്ട് വളരെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തെയാണ് നിങ്ങൾ ഇതെല്ലാം അതിന് പിന്നിലെ നിങ്ങളുടെ താല്പര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രാദേശിക പാർട്ടികൾ അവരാരും ഒരു പ്രതിപക്ഷത്ത് സഹകരിച്ച് മുന്നോട്ട് വരാൻ കഴിയാത്തൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. സംസ്ഥാന രാഷ്ട്രീയ താല്പര്യം, ദേശീയ രാഷ്ട്രീയ താല്പര്യം, ഇത് ഇടകലർന്ന് നിൽക്കുമ്പോഴാണ് പലർക്കും സഹകരിക്കാൻ കഴിയുന്നത്. അതിനെ ഇല്ലാതാക്കുക. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിലെ പരിശോധന റദ്ദ് ചെയ്യുന്നു. 3-ാമത്തെ കാര്യം എന്താണ്? ചെലവ് കുറയും എന്ന് നിങ്ങളുടെ വാദത്തെ തന്നെ ഇപ്പോൾ സജീഷ് നിരാകരിച്ചു. ചെലവേറുകയാണ് ഉണ്ടാവുക. ശ്രീ സോമൻ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ കുറേ വാദം എന്നതിനപ്പുറത്തേക്ക് നോട്ട് നിരോധന കാലം പോലെ തന്നെയാണ് ഈ പറയാൻ ഒരു പരസ്യം പോലെ കൊണ്ടു നടക്കുന്നതിനപ്പുറത്തേക്ക് ആത്യന്തികമായി നിങ്ങൾ പറയുന്നത് കഴമ്പില്ലാത്ത കാര്യങ്ങളാണ്, അപകടകരമായ രാഷ്ട്രീയവും. ശ്രീ സോമൻ. ശ്രീ ശരത്തെ, ഈ ചർച്ചയിൽ 9 മിനിറ്റ് നേരം അങ്ങ് ശ്രീ സജീഷിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കതിന് മറുപടി തരാൻ അങ്ങ് സമയം തരണം. ഒന്ന്. 2-ാമത്തെ കാര്യം, അങ്ങ് എന്നോട് ചോദ്യം ചോദിക്കുന്നതിനിടയിൽ ഈ ചർച്ചയുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ കൂടി അങ്ങ് പറഞ്ഞു പോകുന്നതിനുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒന്ന്, സ്വാതന്ത്ര്യ സമര കാലത്തെ RSSന്റെ നിലപാടിനെ സംബന്ധിച്ച് അത് ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നതിലുള്ള വലിയ പരിഭവവും പ്രതിഷേധവും ഞാൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അങ്ങ് എനിക്ക് സമയം അനുവദിക്കണം. പദ്ധതിയാണ് എന്ന് സജീഷ് പറയുകയാണ്. RSSന്റെ പദ്ധതിയാണ് എന്ന് സജീഷ് അതെ RSSന്റെ പദ്ധതിയാണ് എന്ന് സജീഷ് പറയുകയാണ്. ബഹുമാനനായ സജീഷിനോട് ഞാൻ എല്ലാ വിനയത്തോടും കൂടി പറയട്ടെ, RSSന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾ ആശയപരമായി ആ പ്രസ്ഥാനത്തുമായി കടപ്പെട്ടവർ തന്നെയാണ് സജീഷേ. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ്, ഈ പദ്ധതി RSSൻ്റേതാണ് അങ്ങ് പറഞ്ഞാൽ അത് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു അംഗീകാരമായി ആദരവായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞുകൊള്ളട്ടെ. 2, സ്വാതന്ത്ര്യം ഈ അടുത്ത കാലത്താണ് അംഗീകരിക്കപ്പെട്ടത് സജീഷിൻ്റെ പാർട്ടി എന്നുള്ളത് അങ്ങേക്ക് അറിയാമല്ലോ, ഈ നാടിനറിയാമല്ലോ, ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാമല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് ഈ സമീപകാലത്ത് മാത്രം അംഗീകരിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് സജീഷ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്.
അത് അങ്ങ് മനസ്സിലാക്കിക്കൊണ്ടതാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രസക്തമായ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭങ്ങളിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് വ്യത്യസ്തമായ വിഷയങ്ങളിൽ വികാരങ്ങൾ രേഖപ്പെടുത്താൻ, അവരുടെ താല്പര്യങ്ങൾ രേഖപ്പെടുത്താൻ, ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി വോട്ടർമാർക്ക് അവകാശം കിട്ടുന്നില്ല എന്ന് അങ്ങ് പറയുകയാണ്. ജനങ്ങളുടെ വിവേചന ബുദ്ധിയെ അങ്ങ് കുറച്ച് കാണുകയാണോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളതിൻ്റെ തിക്തഫലം അനുഭവിച്ചവരാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടെന്നേ. വിഷയങ്ങളെ വിവേചിച്ചറിയാൻ സംസ്ഥാന വിഷയത്തെ സംബന്ധിച്ചും ദേശീയ വിഷയത്തെ സംബന്ധിച്ചും വൈകാരികമായ വിഷയങ്ങളെ സംബന്ധിച്ചും വോട്ടർമാർ വ്യത്യസ്തമായ മനോഭാവത്തോടു കൂടി തന്നെയാണ് സമീപിക്കുന്നത്. അത് വോട്ടർമാരുടെ വിവേചന ബുദ്ധിയെ ഒട്ടും കുറച്ചു കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, BJP ആഗ്രഹിക്കുന്നില്ല. അവർ ജനങ്ങളുടെ വോട്ടർമാരുടെ ജനാധിപത്യ വിശ്വാസത്തെയും അവരുടെ വിവേചന ബുദ്ധിയെയും ഏറെ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഒന്ന്, ഇതിൻ്റെ സൈനികരുടെ സംബന്ധിച്ച് ശ്രീ സജീഷ് പറയുകയാണ്, അങ്ങയുടെ പാർട്ടിയും അങ്ങയുടെ പ്രത്യയശാസ്ത്രവും അങ്ങും ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ദിവംഗതനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് ആർക്കു വേണ്ടിയാണ് വാദിച്ചത്? ചൈനയ്ക്ക് വേണ്ടി, ചൈനയിലെ സൈനികർക്ക് വേണ്ടി. ചൈനയിലെ അതിർത്തിയിൽ അടരാടുന്ന ചൈനീസ് സൈനികരോട് വല്ലാണ്ട് ദ്രോഹം ചെയ്യുന്നു ഇന്ത്യൻ സൈനികരെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സൈന്യത്തിൻ്റെ ഏകോപന ചുമതലയുള്ള ഒരു മേധാവിയെ നിശ്ചയിക്കുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരമായ സമീപനത്തെ അങ്ങ് ഈ ചർച്ചയിൽ പരിഹസിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എനിക്ക് അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അങ്ങ് ചൈനീസ് പക്ഷപാതിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കരുത് എന്ന് ഞാൻ അഭിപ്രായം പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. മറ്റൊന്ന്, ചെലവ് ചുരുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ചെലവ് ചുരുങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പുതിയ വോട്ടിംഗ് മെഷീൻ മേടിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. പുതിയ വോട്ടിംഗ് മെഷീൻ 15 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് അങ്ങ് തന്നെ പറയുകയാണ്. പിന്നെ പോള് ചെയ്യുന്ന സമയം, വോട്ട് ചെയ്യുന്ന സമയം കൂടും എന്ന് പറയുകയാണ്. ഞാൻ ശ്രീ സജീഷിനോട് ചോദിക്കട്ടെ, നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 3 വോട്ടുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നില്ലേ? ജില്ലാ പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നമ്മൾ തിരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ 3 വോട്ട് രേഖപ്പെടുത്തുമ്പോൾ എടുക്കുന്ന സമയം മാത്രമല്ലേ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ചെയ്യുന്നത്? 3 തെരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ, ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ സമയലാഭം കിട്ടുമെന്ന് അങ്ങ് പറയുകയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുമിച്ച് വന്നാൽ 2 വോട്ട് രേഖപ്പെടുത്തുന്നതിന് സമയം കൂടുതൽ വരും എന്ന് പറയുകയാണ്. ശ്രീ ശരത്തെ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചെലവ് ചുരുക്കപ്പെടുമെന്നുള്ളത് അടിസ്ഥാനപരമായ വാദം തന്നെയാണ്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. ആയിരക്കണക്കിന് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കാൻ, ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കാൻ, സുരക്ഷാ സൈനികരെ വിന്യസിക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ ഒക്കെ വരുന്ന സംവിധാനങ്ങൾ, വളരെ സാമ്പത്തിക ബാധ്യത നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ നികുതിദായകർക്കും ഉണ്ടാകുന്നു എന്നുള്ള അടിസ്ഥാനപരമായ വസ്തുതയെ മോദി വിരുദ്ധതയുടെ പേരിൽ, RSS വിരുദ്ധതയുടെ പേരിൽ പറയാതെ പോവുകയാണ്, വാദിക്കുകയാണ്. ഇത് അടിസ്ഥാനപരമായി നിലനിൽക്കുന്നതേ അല്ല എന്നുള്ളത് പല സന്ദർഭങ്ങളിലായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ സമിതിയിൽ, ആരാധ്യനായ രാംനാഥ് കോവിന്ദിന്റെ സമിതിയിൽ ധനകാര്യ വിദഗ്ധന്മാരുണ്ടല്ലോ. അവര് ഈ സാമ്പത്തിക സാഹചര്യത്തെ സംബന്ധിച്ച്, ചെലവിനെ സംബന്ധിച്ച് പഠനം നടത്തിയ പശ്ചാത്തലത്തിലല്ലേ ഇതിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. ആ നിലയിലാണ് അവകാശവാദം പോകുന്നത്. രാഷ്ട്രീയ വിരോധത്തിനും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വരാം. ഇവിടെ താങ്കളെ, സജീഷിനെ ചൈനീസ് പക്ഷപാതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് BJP പ്രതിനിധി ശ്രീ സോമൻ സംസാരിച്ച ഒരു പശ്ചാത്തലം താങ്കളുടെ മുമ്പിൽ, താങ്കളുടെ ശ്രദ്ധയിലുള്ളത് കൊണ്ട് ഒരു ദീർഘമായ മറുപടിയിലേക്ക് പോകാതെ എന്താണ് മറുപടിയായി, വിശദീകരണമായി കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, ഒരു കാര്യം, ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇന്ത്യയുടെ സൈന്യത്തിന് മേധാവിയായി മറ്റൊരാളെ തീരുമാനിക്കുമ്പോൾ ഭരണഘടനാപരമായി നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായിട്ട് രാഷ്ട്രപതിയുണ്ട്. നിങ്ങളിപ്പോൾ ഈ ചർച്ചേൻ്റെ അകത്ത് രാംനാഥ് കോവിന്ദിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, ജനാധിപത്യത്തിൻ്റെ തലവൻ. ആ ജനാധിപത്യത്തിൻ്റെ തലവനെ മാറ്റി ഇപ്പോൾ അട്ടിമറി നടക്കുന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അട്ടിമറിക്കാനുള്ള സാധ്യത പോലും
ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതിന് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമായാലും ഈ രാജ്യത്തിൻ്റെ എല്ലാ പോരാട്ടത്തിലും ഒരേപോലെ നിന്നാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അദ്ദേഹം സ്വാതന്ത്ര്യ സമര ചരിത്രം ഉൾപ്പെടെ അങ്ങ് വെക്കുകയാണ്. നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഷൂ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതല്ല ചെയ്തത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കുചേർന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ആളുകളും. നിരവധി വർഷം ജയിലിൽ കടന്നവരാണ്, അല്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് ചരിത്രം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആഘോഷിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. AKG ജയിലിൽ നിന്നാണ്, കേരളത്തിലെ ഉദാഹരണം പറഞ്ഞാൽ AKG ജയിലിൽ നിന്നാണ് ആഘോഷിച്ചത്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന P. കൃഷ്ണപിള്ള കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തിക്കൊണ്ടാണ്, ദേശീയ പതാകയും എടുത്ത് പ്രകടനം നടത്തിക്കൊണ്ടാണ് ആഘോഷിച്ചത്. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിലെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ബോംബെ നാവിക കലാപം കഴിഞ്ഞ് ആ കലാപത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കൊടിമരത്തിൽ പതാക ഉയരുന്നു. അത് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂവർണ്ണ കൊടിയും അതിൻ്റെ കൂടെ ഒരേ കൊടിമരത്തിൽ അരിവാളും ചുറ്റികയും അടയാളപ്പെടുത്തിയ ചെങ്കൊടിയും ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഉയർത്തിയിട്ടുണ്ട് എന്നതും ഒരു ചരിത്രമാണ്. ഒരു സമര വിജയത്തിൻ്റെ ഭാഗമായി, മുംബൈ നാവിക കലാപത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇതെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇത്തരം ഒരുപാട് പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ നിങ്ങളീ പറഞ്ഞ RSS എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നു എന്നാണല്ലോ നേരത്തെ പറഞ്ഞ RSSൻ്റെ പദ്ധതിയാണ്, അതിൽ അഭിമാനിക്കുന്നു എന്ന്. ആ പറഞ്ഞ RSSൽ ഇതില്ലായിരുന്നു. നിങ്ങൾക്കൊരാളുടെയും പേര് പറയാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്കൊരു രക്തസാക്ഷിയുടെയും പേര് പറയാൻ വേണ്ടി പറ്റില്ല. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ പോരടിച്ചിട്ടില്ല. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. ഈ നാടിന് വേണ്ടി നിലകൊള്ളുകയും ഈ നാടിൻ്റെ ജനാധിപത്യത്തിന് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുന്നവർ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് തോന്നിയാൽ ഇവിടെ ചൈനയുമായോ അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ അതിർത്തിക്കപ്പുറത്തുള്ള രാഷ്ട്രവുമായിട്ടോ പ്രശ്നമുണ്ടാകുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ തന്നെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും നിന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും പല ചിന്താഗതിയും വെച്ചിട്ട് പല നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഈ രാജ്യത്തോട് സ്നേഹിക്കുന്ന മതനിരപേക്ഷമായ ഉള്ളടക്കമുള്ള ആളുകൾ ചെയ്യില്ല എന്ന് മാത്രം കരുതിയാൽ മതി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ താങ്കൾ പറഞ്ഞൊരു വാചകത്തെ BJP പ്രതിനിധി ശ്രീ സോമൻ പറഞ്ഞത്, പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിയാണ് എന്ന് താങ്കൾ പറഞ്ഞതിനെ അഭിമാനത്തോടെ അദ്ദേഹം ഏറ്റെടുത്തു. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല നമ്മളും എതിർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഈ നീക്കത്തിൻ്റെ അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ അപകടകരമായ ഒരു രാഷ്ട്രീയ പദ്ധതിയാണോ ഇത്? ഇപ്പോൾ താങ്കൾ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ചയാളാണ്. മത്സരങ്ങളുടെ, തെരഞ്ഞെടുപ്പുകളുടെ വൈവിധ്യം എന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു സവിശേഷതയായി നിലനിൽക്കേണ്ടത് തന്നെയാണോ? നമ്മളെപ്പോഴും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ പറഞ്ഞു, ഓരോ തെരഞ്ഞെടുപ്പിനും ആ തെരഞ്ഞെടുപ്പിൻ്റേതായ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഈ പാറ്റേണുകൾ, ഈ വൈവിധ്യങ്ങൾ അത് തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഏതൊക്കെ തരത്തിലുള്ളൊരു അപകടകരമായ പദ്ധതിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതിൽ RSSൻ്റെ ദീർഘകാല പദ്ധതി എന്ന് പറയുന്നതിൻ്റെ അപകടത്തെ സെബാസ്റ്റ്യൻ പോൾ കാണുന്നുണ്ടോ? അത് ആ നിലയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയാണോ താങ്കൾ സംസാരിക്കുന്നത്? അത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ശരിയാകണമെന്നില്ല. അതാണ് ഞാൻ ആമുഖമായി ചൂണ്ടിക്കാണിച്ചത്. ശ്രീ സോമനോടെ വളരെ തന്ത്രപൂർവ്വം ചില ഇരകൾ അങ്ങനെ ഇട്ടു തരികയാണ്. അതിൽ കൊത്തിയാൽ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് അങ്ങ് ബഹുദൂരം അകന്നു പോകും. ആ രീതിയിൽ വളരെ അപ്രസക്തമായ, ഇറലവൻ്റായ ചില കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെയാണ് അദ്ദേഹം ചരിത്രത്തിൻ്റെ വിശാലമായ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനതുകൊണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കൂടുതൽ കടക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഉള്ള ചില ഉത്കണ്ഠകളുണ്ട്. ചെലവ് എനിക്കൊരു വിഷയമല്ല. നമുക്ക് ജനാധിപത്യം എന്നത് ചെലവേറിയ ഒരു സംവിധാനം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് ചെലവുള്ള പണം ചെലവാക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ എത്രയോ കാലമായി നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 1952 മുതൽ ഇങ്ങോട്ട് നമ്മൾ ഈ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള കാലത്ത് ഉള്ളതുപോലെയൊക്കെ നമ്മൾ പണം ചിലവാക്കിയിട്ടുണ്ട്. 1952 ചിലവല്ല ഇപ്പോൾ ചിലവ്. അതൊക്കെ നമുക്കറിയാം. അത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ലല്ലോ, ഏത് വിഷയമെടുത്താലും. അപ്പോൾ നമ്മൾ വലിയൊരു സൈന്യത്തെ തന്നെ നടത്തുന്നു. ചിലവുള്ള കാര്യമല്ലേ. സൈന്യം ഉള്ളതുകൊണ്ട് എല്ലാ വർഷവും യുദ്ധം നടക്കുന്നില്ല എന്നതുകൊണ്ട് സൈന്യത്തെ ഇത്രയും ബൃഹത്തായ സൈന്യം വേണ്ട എന്നാൽ ആരും പറയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും.
അത് ചെയ്യുന്നതിനുള്ള പ്രാപ്തി നമുക്കുണ്ട് എന്നത് വലിയ കാര്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നാണ് ഇന്ത്യൻ ജനാധിപത്യം പ്രകീർത്തിക്കപ്പെടുന്നത്. ആ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം അത് അർഹിക്കുന്ന ഗൗരവത്തോടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അതിനാവശ്യമായ പണം നമ്മൾ കണ്ടെത്തുന്നു, ഇനിയും കണ്ടെത്തുകയും വേണം. ഇവിടെ എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം ഇതൊന്നുമല്ല. രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ആദ്യമേ പറഞ്ഞു, അത് വീണ്ടും പറയുകയാണ്. ഒന്ന്, പാർലമെൻ്ററി ജനാധിപത്യത്തോട് വലിയ തോതിലുള്ള വിരക്തിയും വിയോജിപ്പും എതിർപ്പും പ്രകടിപ്പിക്കുന്ന പാർട്ടിയാണ് BJP. ഈ പാർലമെൻ്ററി ജനാധിപത്യം ഒഴിവാക്കി അമേരിക്കൻ മാതൃകയിലുള്ള പ്രസിഡൻഷ്യൽ ജനാധിപത്യം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് അവർ പല മെച്ചങ്ങളും കാണുന്നുണ്ടാകാം. പക്ഷെ നമ്മെ സംബന്ധിച്ച് അതല്ല അഭികാമ്യം എന്ന് പറയുന്നതിന് ധാരാളം ന്യായങ്ങളുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഈ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കി രാജ്യത്തെ ഒരു ബ്രിട്ടനിൽ നടക്കുന്നത് പോലെ ഒരു യൂണിറ്ററി സംവിധാനത്തിലേക്ക് മാറ്റുക. യൂണിറ്ററി ആണെങ്കിൽ പിന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് മതി. ഈ സംസ്ഥാനങ്ങളിലും വേണ്ട, സംസ്ഥാനങ്ങളിലത്തെ തെരഞ്ഞെടുപ്പും വേണ്ട. അപ്പോൾ ഈ പണച്ചെലവ് ഗണ്യമായി കുറയും ലോക്സഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണെങ്കിൽ. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഒരു കാലത്ത് 5 വർഷത്തേക്കായിരുന്നു ലോങ് ടേം എഗ്രിമെൻറ്റ്. അതിപ്പോൾ 10 വർഷമാക്കി. ഇപ്പോൾ 10 വർഷത്തെ ഒന്ന് മതി എന്നതുപോലെ തിരഞ്ഞെടുപ്പ് എന്തിനാണ് ഈ 5 വർഷം കൂടുമ്പോൾ? അതും 10 വർഷത്തിലൊരിക്കൽ പോരെ എന്നൊരു ചോദ്യം നാളെ ഉണ്ടായാൽ എത്രമാത്രം നമുക്ക് ചെലവ് കുറയ്ക്കാൻ കഴിയും? അതുകൊണ്ട് ചെലവ്, പണം, സാമ്പത്തികം എന്നീ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു വിഷയമാണിത്. നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള ഫെഡറൽ സംവിധാനം, ആ പാർലമെൻ്ററി സംവിധാനം, ഈ രണ്ട് കാര്യങ്ങൾക്കും വലിയ തോതിൽ ഗുരുതരമായ മാരകമായ ക്ഷതം ഏൽപ്പിക്കാൻ പര്യാപ്തമായ ഒന്നാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതിൻ്റെ പ്രായോഗികമായ വൈഷമ്യങ്ങളൊക്കെ അത് കോവിന്ദ് കമ്മിറ്റി ഒക്കെ പരിശോധിച്ചിട്ടുണ്ടാകും. എല്ലാ വിദഗ്ധരും ആ കമ്മിറ്റിയിൽ ഉണ്ടായി കാണും. പ്രായോഗികമായ വൈഷമ്യങ്ങൾ മാറ്റാൻ കഴിയുമായിരിക്കാം. അതിലൊന്നും ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ രണ്ട് വിഷയങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ ഈ ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു രാക്ഷസനുണ്ട്, പ്രൊക്രൂസ്റ്റസിൻ്റെ കട്ടിൽ വളരെ പ്രസിദ്ധമാണ്. അവിടെ ഒരാളെ കിട്ടിയാൽ അദ്ദേഹം കട്ടിലിൽ കിടത്തുന്നു. നീളം കൂടിയാൽ, കട്ടിലിനേക്കാൾ നീളം കൂടിയാൽ അദ്ദേഹം വെട്ടിക്കളയും. നീളം കുറഞ്ഞാലോ വലിച്ചു നീട്ടും. രണ്ടായാലും മരണം ഉറപ്പാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ആദ്യഘട്ടത്തിലെങ്കിലും സംസ്ഥാന നിയമസഭകളുടെ ആയുസ് അത് വെട്ടിച്ചുരുക്കുകയും ചിലയിടത്ത് വലിച്ചു നീട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൃത്രിമമായ ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ ഇവിടെ ശ്രമിക്കുന്നത്, ഇത്ര ആയാസപ്പെട്ട് ശ്രമിക്കുന്നത്, അതിന് അവർ ചില ഗുണങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അവർ കാണുന്ന ഗുണങ്ങൾ അത് നമ്മുടെ രാഷ്ട്ര സംവിധാനത്തിന്, ഭരണഘടനാപരമായ സംവിധാനത്തിന്, നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിന്, ഫെഡറലിസത്തിന് ആകെ തന്നെ അപകടകരമായി തീരും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അപകടം. ശ്രീ സോമൻ, ഇതാണ് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ രാംനാഥ് കോവിന്ദിൻ്റെ കമ്മിറ്റി ഫലപ്രദമായ ഉത്തരങ്ങൾ നൽകുന്നില്ല. അതതിൻ്റെ പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ടുള്ള സമീപനമാണ്. പബ്ലിക് സപ്പോർട്ട് അല്ലെ പാർട്ടി സപ്പോർട്ട്, ഇങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഭരണഘടനാപരമായി നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിന്, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് എല്ലാം ഏൽപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് നീങ്ങാനുള്ള RSSൻ്റെ തുടക്കം മുതൽ, അവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയോടുള്ള RSSൻ്റെ അക്കാലം മുതലുള്ള എതിർപ്പ് എന്ന് പറയുന്ന ചരിത്രപരമായ യാഥാർത്ഥ്യം ഈ കാലത്ത് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ എതിർപ്പുള്ളൊരു കൂട്ടർ, അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള BJP രാജ്യം ഭരിക്കുമ്പോൾ ആ ഭരണഘടനയ്ക്കപ്പുറം സഞ്ചരിക്കുക, ആ ഭരണഘടന ഉറപ്പ് പറയുന്ന അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ശക്തമായ കേന്ദ്രം, അത്ര തന്നെ ശക്തമായ സംസ്ഥാനങ്ങളും എന്നുള്ളതാണ് വിഭാവനം ചെയ്യുന്നത്. അതല്ലാതെ കേന്ദ്രം ശക്തവും അതിൻ്റെ നിഴൽ പറ്റി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളതല്ല ഭരണഘടന ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ നൽകുന്ന ഒരു അതിൻ്റെ ഒരു സ്ട്രക്ചർ അതാണ്. ഇപ്പോൾ ഇതിനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന നിലയിലാണ്. ആ പ്രധാനപ്പെട്ട വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി ഇപ്പോഴുമില്ല. താങ്കൾ പറയുന്നത് എവിടെയാണ്? നേരത്തെ പറയുന്നത് കേട്ടു, ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാമല്ലോ. എവിടെയാണ്? കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിയിലോ? അതൊരു ഐവാഷ് മാത്രമായി മാറും. കുറച്ചുകൂടി സമയം, നിങ്ങൾക്ക് 3/2 ഭൂരിപക്ഷത്തോടുകൂടി ഈ ബില്ല് നിയമമാക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ, പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനെ ഞങ്ങൾ മാനിക്കുന്നുവെന്ന ഒരു ജനാധിപത്യ വാദം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന JPCക്ക് അപ്പുറത്തേക്ക് എന്താത്മാർത്ഥയാണ് ഇത്ര ശക്തമായ നിലയിൽ ഭരണഘടനയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നവർ JPCയിലൂടെ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? അതൊരു ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ ഒരു
ഐവാഷിനപ്പുറത്തേക്ക് എന്താണ്? പക്ഷേ ഇതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ശ്രീ സോമൻ, ശ്രീ ചരത്തെ, ഈ സെബാസ്റ്റ്യൻ പോൾ സാറിൻ്റെ ജനാധിപത്യ സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ രാജ്യത്ത് ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാക്കാൻ വേണ്ടി വലിയ ത്യാഗനിർഭരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ ജനാധിപത്യത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട്, സുപ്രീം കോടതിയുടെ നിയമ സംവിധാനത്തെ അടക്കം അട്ടിമറിച്ചുകൊണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുടെ കണ്ണും കാതും മൂടിക്കെട്ടി, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം കൽത്തുറുങ്കിൽ അടച്ച് ജനാധിപത്യ ധ്വംസനം നടത്തിയപ്പോൾ അതിനെതിരായ വലിയ ചെറുത്തുനിൽപ്പും ത്യാഗനിർഭരമായ പോരാട്ടവും സഹന സമരവും നടത്തിയ ഒരു പ്രസ്ഥാനം, അത് ഞങ്ങളുടെ പൂർവ്വകാല രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘവും ഇന്ന് കാണുന്ന BJPയുടെ പരിണിതപ്രജ്ഞനായിട്ടുള്ള നേതാക്കന്മാരാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് ഒരു ചരിത്രപരമായ സത്യമല്ലേ, ചരിത്ര യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഞങ്ങൾ സമീപിക്കുന്നത്. രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനവും ഫെഡറൽ സംവിധാനവും എല്ലാം തന്നെ നിലനിൽക്കണം. സതീഷ് ആദ്യം സൂചിപ്പിച്ച വൈവിധ്യവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുക തന്നെ വേണം. ഈ പരിഷ്കാരങ്ങൾ വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തെ ഒരു ലോ കമ്മീഷൻ ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് അനുകൂലമായ സമീപനം പല സന്ദർഭത്തിൽ സ്വീകരിച്ചിട്ടില്ലേ? ആ ലോ കമ്മീഷനെ ഞങ്ങൾ സ്വാധീനിച്ചു എന്നാണോ ഇപ്പോൾ പറയുന്നത്? JPCയെ സ്വാധീനിക്കാൻ സാധിക്കും, അത് ഐവാഷാണെന്ന് പറയുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നിലവിലുള്ള നിയമ സംവിധാനത്തിൻ്റെയും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും ബലത്തിൽ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള സമിതികളുണ്ട്. പാർലമെൻ്ററി സമിതി പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ഐവാഷാണെന്ന് പറയുകയാണ്. അതേ സമയത്ത് തന്നെ പറയുകയാണ് ഇത് പാർലമെൻ്ററി സമിതിക്ക് വിടാതെ പാസാക്കിയാൽ അത് ഭരണഘടന അട്ടിമറിക്കലാണെന്ന് പറയുകയാണ്, അത് ജനാധിപത്യത്തെ വിലക്കെടുക്കലാണെന്ന് പറയുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ലാത്ത പ്രതിപക്ഷ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഘടക കക്ഷിയുടെ നേതാവ് തന്നെ ലോക്സഭയിൽ ഇത് JPCക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. JPC അവർക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത് പഠിക്കുകയും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി JPC എന്നത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ JPC അതിൻ്റെ ഭൂരിപക്ഷ ഘടന എന്നത് പ്രധാനമാണോ? മുമ്പും പല സംയുക്ത പാർലമെൻ്ററി സമിതികളും ഉണ്ടായിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്ന വാദം JPC താങ്കൾ ഐവാഷാണെന്ന് പറഞ്ഞു, അതിനെ അദ്ദേഹം നിരാകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഐവാഷ് താങ്കൾ ഒരിക്കൽ കൂടി പറയേണ്ടി വരും ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇവിടെ ഒരു ബില്ല് അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട ബില്ലാകുമ്പോൾ JPCക്ക് വിടണം. സബ്ജക്ട് കമ്മിറ്റിക്കൊക്കെയാണ് സാധാരണ വിടുന്നത്. അതിനപ്പുറത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ഏറ്റവും മുകളിലാണ് ഈ JPC, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയാണ്. അത് അവിടെ വളരെ ഗൗരവപൂർവമായ ചർച്ച നടക്കും. ഞാൻ അതിനോടൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. വളരെ ഗൗരവത്തിലുള്ള ചർച്ച നടക്കും. ഭേദഗതികൾ നിർദ്ദേശിക്കും. ആ ഭേദഗതികൾ ഗവൺമെൻറ്റിന് സ്വീകരിക്കാം. അവതരിപ്പിച്ചാൽ പാർലമെൻറ്റ് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ന്യായമായ മാർഗത്തിലൂടെ തന്നെയാണെന്നിരിക്കട്ടെ, ഇതെല്ലാം നടപ്പായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ഞാൻ രണ്ട് കാര്യം മാത്രമല്ലേ ചോദിച്ചുള്ളൂ. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക്, സംസ്ഥാന നിയമസഭകൾക്ക് എന്തായിരിക്കും അവയുടെ അവസ്ഥ? അവിടെയാണല്ലോ ഈ ചോദ്യം വരുന്നത്. ഫെഡറലിസത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദ്യം വരുന്നത്. അതുപോലെ തന്നെയല്ലേ മറ്റത് പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ വിയോജിക്കുക. വേണമെങ്കിൽ ഒരു സർക്കാരിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ താഴെ ഇറക്കുക. ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചുകൊള്ളട്ടെ. 1965 നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ല, നിയമസഭ രൂപീകരിക്കപ്പെട്ടത് പോലുമില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇനിയും വന്നാൽ, ഈ ഒറ്റ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് വന്നാൽ, ആ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? 5 വർഷം ഗവർണർ ഭരിക്കുമോ? 5 വർഷം രാഷ്ട്രപതി ഭരിക്കുമോ? എന്തായിരിക്കും അതിനുള്ള അവസ്ഥ? അപ്പൊ പല കാര്യങ്ങളും സംഭവിക്കാം, പലതും സംഭവിക്കാം. അതിനെല്ലാം ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് സ്വീകാര്യമായ സംവിധാനം
ഭരണഘടന ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് തന്നെയാണ്. ആ നിർദ്ദേശത്തിന്, ഭരണഘടനയുടെ ആ വ്യവസ്ഥയ്ക്ക് അതിന് വിരുദ്ധമായ രീതിയിലുള്ള ഈ പോക്ക് അത് വലിയ തോതിൽ അപകടം ചെയ്യുന്നത് നമ്മുടെ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്കും നമ്മുടെ ഫെഡറൽ ഭരണ സംവിധാനത്തിനുമാണ്. യെസ്, ഇവിടെ സജീഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നേരത്തെ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അടിയന്തരാവസ്ഥ ഇപ്പോൾ സംഘ് പരിവാറിൻ്റെ BJP-യുടെ അവരുടെ രാഷ്ട്രീയ വിശദീകരണത്തിൻ്റെ ഒരു നറേറ്റീവിൽ എപ്പോഴും ഉള്ളതാണ് ഈ പറഞ്ഞതുപോലുള്ള പലതരത്തിലുള്ള ലംഘനങ്ങൾ ഈ രാജ്യത്ത് ഈ ഭരണകാലത്ത് നടക്കുന്നു എന്നത്, ഭരണഘടനാ ലംഘനങ്ങൾ തന്നെ നടക്കുന്നു എന്ന പ്രശ്നമൊക്കെ ഉന്നയിക്കുമ്പോൾ അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാട്ടുകയും അതിനെതിരായ പോരാട്ടം നടത്തിയതിൻ്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ആ ദിശയിൽ സഞ്ചരിക്കുന്നവരാണോ ഞങ്ങൾ എന്ന മറുചോദ്യം ചോദിക്കും. ഇവിടെയും ശ്രീ സോമൻ അതാണിപ്പോൾ ചെയ്തു വെച്ചത്. അല്ല, ചരിത്രത്തെ വളച്ചൊടിക്കുകയും തങ്ങൾക്ക് അനുകൂലമാക്കി വക്രീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം. അടിയന്തരാവസ്ഥയെ നേരിട്ടത് ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അടിയന്തരാവസ്ഥയെ നേരിട്ടത് എന്താണ്? ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ വൈവിധ്യങ്ങളുടെ യോജിപ്പാണ്. ആ വൈവിധ്യങ്ങൾ എല്ലാവരും യോജിച്ചു. അപ്പോൾ നിങ്ങളീ പറഞ്ഞ ജനസംഘം പിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞു. ജനസംഘം പിരിച്ചുവിട്ട് ഈ പറഞ്ഞ RSSുമായി ബന്ധം സ്ഥാപിച്ചാൽ പറ്റില്ല, ഏത് ഈ വൈവിധ്യത്തെ പോലും നിങ്ങളെ പെടുത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വൈവിധ്യത്തെ ഇല്ലാതാക്കി ജനതാ പാർട്ടിയിൽ എല്ലാവരും കൂടി ചേർന്നൊക്കെയല്ലേ അന്ന് പോയത്. അന്ന് ഒരുമിച്ച് ആണോ? നിങ്ങളുടെ ഈ പറഞ്ഞ ഉള്ളിൽ നിൽക്കുന്ന ഈ അപകടത്തെ അന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനസംഘം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ആവുന്നത് എന്നൊക്കെയുള്ള ചരിത്രമുണ്ട്. അത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയരുത്. അപ്പോൾ വൈവിധ്യം അന്നും ഭരണഘടനയെ, അടിയന്തരാവസ്ഥയുടെ കാലത്തും ഭരണഘടനയെ സംരക്ഷിക്കാൻ വന്നത് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യമാണ്. പ്രാദേശിക പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വന്ന് എന്നതിൻ്റെ തെളിവാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി അതിൻ്റെ കൂടി, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒറ്റ കാര്യം കൂടി കാണേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോ കമ്മീഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വരുന്നതോടുകൂടി ഇതിനകത്തൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ അത് കാര്യം സൂചിപ്പിച്ചു. എങ്കിലും ഒരു കാര്യം പറയാം, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയെ ദുർബലപ്പെടുത്തി ഇന്ത്യയിലെ ഭരണകൂട സംവിധാനത്തെ പൂർണ്ണമായും കാൽക്കീഴിലാക്കുക. അതിൽ ഒന്ന് പ്രധാനമായും ലെജിസ്ലേച്ചറാണ്. ആ ലെജിസ്ലേച്ചറിനെ തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കുതിരക്കച്ചവടത്തെ ഓമന പേരിട്ട് ഓപ്പറേഷൻ കമലയാക്കി വൻതോതിൽ പണം സമാഹരിച്ച് MLA-മാരെയും MP-മാരെയും വിലക്ക് വാങ്ങി ജനാധിപത്യത്തെ ഒരു വശത്ത് വിലക്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ ബോണ്ട് ഉൾപ്പെടെ വാങ്ങുന്ന കോർപ്പറേറ്റുകളിൽ നിന്ന് സ്വീകരിക്കുന്ന സംഭാവന പോലും പുറത്തറിയാതിരിക്കാനുള്ള സമീപനം. ജനാധിപത്യത്തെ പണം കൊണ്ട് അട്ടിമറിക്കുക, ലെജിസ്ലേച്ചറിനെ സ്വന്തമാക്കുക, ഒന്നത്. രണ്ടാമത്തത് എന്താണ്? ജുഡീഷ്യറിയിൽ നിന്ന് റിട്ടയർ ആകുന്ന ആളുകൾ, ഇവർക്ക് വേണ്ടി വിധി പറയുന്ന ആളുകൾ. ഇപ്പോൾ ഈ ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ ഒരു ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ ഇവരുടെ MP ആയിട്ട് പാർലമെൻറ്റിൽ ഇരിക്കുന്നുണ്ട്. രഞ്ജൻ ഗൊഗോയ് പാർലമെൻറ്റിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ. പല പദവികളും കൊടുക്കുന്നു, ഗവർണർമാരാക്കുന്നു. ഈ ബില്ല് വരുമ്പോൾ രാജ്യത്തെയും സംസ്ഥാനത്തെയും എല്ലാം പിരിച്ചുവിട്ട് അല്ലെങ്കിൽ അവിടെ അധികാരം ഏറ്റെടുക്കാനുള്ള ഗവർണർമാരായിട്ട് ജുഡീഷ്യറിയിലെ ആളുകൾക്ക് അപ്പക്കഷ്ണം കൊടുത്ത് കൂടെ നിർത്തുന്നു, ജുഡീഷ്യറിയെ കൂടെ നിർത്തുന്നു. എക്സിക്യൂട്ടീവ്, ഇവിടെയുള്ള അന്വേഷണ സംവിധാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, സേന, മറ്റ് എല്ലാം തന്നെ എക്സിക്യൂട്ടീവിനെ തങ്ങളുടെ കാൽക്കീഴിലാക്കുന്നു. മാത്രവുമല്ല, ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും ജനാധിപത്യപരമായി സംവദിക്കേണ്ട നാലാം തൂണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ അതിനെ മുഴുവൻ വിലക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്? ഇവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആശയ പരിസരം ഒരുക്കുകയാണ്. ഇങ്ങനെയാണ് ഇവരിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ JPC ഉണ്ടായാലും അല്ലെങ്കിൽ ലോ കമ്മീഷൻ പറഞ്ഞതിലൊക്കെ പല കാര്യങ്ങളുണ്ട്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് പിന്നെ ഈ അടുത്ത പ്രധാനമന്ത്രിയാക്കുന്ന ആളാര്, മുഖ്യമന്ത്രി ആളാക്കുന്നതിനുള്ള നോമിനേഷൻ കൂടി നടത്തിയിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതായത് ജനാധിപത്യത്തിൽ അവിശ്വാസം പോലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇത് മാറും. പിന്നെ ഒറ്റ കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിലെ ഈ ജനാധിപത്യ സംവിധാനത്തെ ഏകാധിപത്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സഭകൾ ഇങ്ങനെയായത്. ലോക്സഭ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത്, ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്ന രാജ്യസഭ, ആ രാജ്യസഭ പല ഘട്ടങ്ങൾ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഏകാധിപത്യത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞാലും രാജ്യസഭയ്ക്ക് പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും. ഈ കർശനമായ പ്രതിരോധങ്ങളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈനിക മേധാവി ഉൾപ്പെടെയുള്ള മൂന്നായി നിൽക്കുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി വരുന്ന രാഷ്ട്രപതി അതിൻ്റെ സർവ്വസൈന്യാധിപനാകുന്നു. ഇങ്ങനെ അടിയന്തരാവസ്ഥയെ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നയാളെ പരാജയപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാമാണ് ഇന്ത്യൻ ജനാധിപത്യം. ആ ജനാധിപത്യത്തിൻ്റെ കരുത്ത് ചോർത്തുകയാണ്. 400 സീറ്റുമായി വന്ന് ഞങ്ങൾ ഭരണഘടനയെ തകർത്ത് കളയുമെന്ന് പറയുമ്പോൾ ഇല്ല, അതിന് കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ നിങ്ങൾ
ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് ആളുകളെ കണ്ണിൽ പൊടിയിട്ട് Okay. ഈ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറയാം, സജീഷ്, സംസ്ഥാന ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാം. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരം മുഴുവൻ കവരുമ്പോൾ നിങ്ങളാണ് പണവിതരണം മുഴുവൻ നടത്തുന്നത്. ഇപ്പോൾ ചോദിക്കാനെങ്കിലും ഒരാളുണ്ട്. അതായത് വയനാട് ദുരിതമുണ്ടായപ്പോൾ 10 പൈസ തരാതിരിക്കുമ്പോൾ ചോദിക്കാൻ ഇവിടെ ഒരു കേരള സർക്കാരെങ്കിലും ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഫെഡറലിസം അട്ടിമറിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാർ പോലും ഇല്ലാത്ത നിലയിലേക്ക് മാറും. അതിനാണ് വിചാരധാരയുടെ ഭാഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ ഉള്ളിൽ സ്വയംഭരണമോ അർദ്ധ സ്വയംഭരണമോ ഉള്ള സ്റ്റേറ്റുകൾ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നുള്ള വിചാരധാരയുടെ RSSന്റെ കാഴ്ചപ്പാടാണ്. ശ്രീ സോമൻ, ഏതായാലും ഈ ഒരു തലത്തിലേക്ക് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ആശയം ഒരു നിയമമായി മാറുന്ന രാജ്യത്ത് സംസ്ഥാനങ്ങൾ കൂടുതൽ ദുർബലമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ തന്നെ ഈ മോദി സർക്കാർ 3ാം വട്ടം ഭരിക്കുന്ന രാജ്യത്ത് വിവേചനങ്ങൾ രാഷ്ട്രീയപരമായി സംസ്ഥാനങ്ങളോട് കാട്ടുന്നു. അതിൻ്റെ ഒന്നാമത്തെ പേരായി കേരളം നിൽക്കുന്നു. നമ്മൾക്ക് എത്ര പ്രശ്നങ്ങളിലാണ് വളരെ നഗ്നമായി ഒരു സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ കവരുന്നത്. അത് തെരഞ്ഞെടുപ്പിലൂടെ അടക്കം സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ സംസ്ഥാനങ്ങളാണ് ഈ തരത്തിൽ കേന്ദ്രത്തിൻ്റെ നീക്കത്തിലൂടെ അതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മാറാൻ പോകുന്നത്. പല സംസ്ഥാനങ്ങളും സോമൻ കേൾക്കാമോ? കേൾക്കുന്നില്ല? കേൾക്കാം. അതെ, ഇതില് സംസ്ഥാനങ്ങളോടുള്ള അവഗണനയുടെ കാര്യം പറയുന്ന സമയത്ത് അങ്ങ് കേരളത്തെക്കുറിച്ച് പറയുകയാണ്. ബഹുമാനായ സജീഷ് സംസാരിച്ച് അവസാനിപ്പിച്ചത് വയനാടിനെ കുറിച്ചുള്ള അവഗണനയ്ക്കെതിരായി പറയാൻ വേണ്ടി സംസ്ഥാനത്തൊരു സാഹചര്യമുണ്ട്, സംസ്ഥാനത്തൊരു നിയമസഭയുണ്ട് എന്നെല്ലാം പറയുകയാണ്. എന്തായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ നിലപാട്? എന്തായിരുന്നു ശ്രീ സജീഷ്? ബഹുമാനായ സജീഷിനോട് എന്റെ ചോദ്യം അതാണ്. എന്തായിരുന്നു വയനാട് ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അവസാനം വന്ന ചോദ്യം ഇതാണ്. പറയാം, അതായത് 100 രൂപ ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില്ലറയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തരില്ല എന്നതാണോ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നാണ് ഹൈക്കോടതിയിൽ അവസാനമായി ഞാനതിന് വഴങ്ങില്ല. ഞാനതിന് വഴങ്ങില്ല സജീഷേ. അങ്ങ് പറയുന്നതിന് ഞാൻ കേട്ടോണ്ടിരുന്നയാളാണ്. അങ്ങ് മര്യാദ കാണിക്കണം. ചർച്ചയുടെ അവസാനം വന്ന അലമ്പ് കാണിക്കരുത്. ഞാൻ പറയുന്നത് അങ്ങ് മുഴുവൻ പറയുന്നത് കേട്ടോണ്ടിരുന്നതാണ്. നിങ്ങൾ സ്വാതന്ത്ര്യ സമര കാലത്ത് ഞങ്ങളെ ഷൂ നക്കി എന്ന് വിളിച്ച സമയത്ത് ഞങ്ങൾ കേട്ടോണ്ടിരുന്നതാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തവരാരാണ് എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. അതുകൊണ്ട് അങ്ങയ്ക്ക് JPCയെ വിശ്വാസമില്ല, രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയെ വിശ്വാസമില്ല. അങ്ങക്ക് ആകെ വിശ്വാസമുള്ളത് ഭരണഘടനയാണ്. ഭരണഘടനയാണെങ്കിൽ കുന്തവും കുടച്ചക്രവുമാണെന്നും അത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സംവിധാനമാണെന്നും അങ്ങയുടെ പാർട്ടിയുടെ മന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും പറയുന്ന സംസ്ഥാനത്താണ് നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. ഞാൻ ഈ ചർച്ചയിൽ അവസാനമായി പറയാനുള്ളത് ശ്രീ സോമൻ ഓർഗനൈസറിൽ എഴുതിയിട്ടുണ്ട് 48-ൽ. ഓർഗനൈസറിൽ എഴുതിയതിനോട് സജി ചെറിയാൻ എന്ന് പറയുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ യോജിക്കുന്നു എന്ന് അല്ലല്ലോ. അതല്ല പ്രശ്നം. നിങ്ങൾ തന്നെ പറഞ്ഞു, ശ്രീ സോമൻ തന്നെ പറഞ്ഞു, രാജ്യം ഭരിക്കുന്ന പാർട്ടി BJP ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങൾ ആ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നിലാണ്. ആ പ്രത്യയശാസ്ത്രം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അന്ന് മുതൽ എതിരാണ്. ആ നിങ്ങളാണ് ഭരണത്തിലിരുന്നു കൊണ്ട് അതിനെ ദുർബലപ്പെടുത്താൻ നടത്തുന്ന ഓരോരോ നീക്കങ്ങളും വളരെ സ്പഷ്ടമാണ്. താങ്കൾ തന്നെ അത് പ്രകടമാക്കി കഴിഞ്ഞു, സമ്മതിച്ചു കഴിഞ്ഞു. ശരത്തെ, ഈ രാജ്യത്ത് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട്, ഭരണഘടനയെ നമസ്കരിച്ചുകൊണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ ഭരണഘടനയെ നമസ്കരിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് കടന്നിട്ടുള്ളത്. ഭരണഘടനയിലെ എല്ലാ പ്രവർത്തികൾ കൊണ്ട് ചരിത്രപരമായി RSS ഇന്ത്യൻ ഭരണഘടനയോട് കാണിച്ചിട്ടുള്ള വിയോജിപ്പ്, തന്നെയാണ് വിയോജിപ്പ്, വിമർശനം എന്നുള്ളത് ഇല്ലാതാകുന്നില്ല. അത് ചില പ്രായോഗിക നടപടികൾ മാത്രമാണ്, പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലെ ചില പരിപാടികൾ മാത്രമാണ്. പക്ഷെ അതല്ലല്ലോ ഇത്. കരുതുന്നില്ല ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത് ഇന്ത്യക്കാരൻ എഴുതിയതാണ് ഭരണഘടന എന്ന് ഞങ്ങൾ കരുതുന്നില്ല. RSS എന്താണ് ഭരണഘടനയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? തത്വങ്ങൾ സംരക്ഷിക്കപ്പെടും. ശരി, ശ്രീ സജീഷ്,
ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത് ഇന്ത്യക്കാരൻ എഴുതിയതാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അദ്ദേഹം ഇവിടെ ഒരു പ്രസ്താവന വെച്ചുകൊണ്ട് ഒരു പ്രസംഗത്തിലെ വാചകം അടച്ചു മാറ്റിക്കൊണ്ട് ഇതിനെ ആകെ ബ്രിട്ടന്റെ പരിപാടിയാണെന്ന് പറഞ്ഞ RSS ആണ്. ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടന എന്നത് ബ്രിട്ടന്റെ പരിപാടിയാണെന്ന് പറഞ്ഞത് പ്രതിരോധിക്കാൻ കഴിയുന്നതല്ല. RSSന്റെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വിയോജിപ്പ് മനുസ്മൃതിയുടെ സത്തയില്ലാത്തതുകൊണ്ട് അംഗീകരിക്കുന്നില്ല. അതായത് ഇന്ത്യൻ വൈവിധ്യത്തെയെല്ലാം ഒതുക്കിക്കളയണമെന്നുള്ള RSSന്റെ കാഴ്ചപ്പാട് തന്നെയാണ് ഭരണഘടനയെ അംഗീകരിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒറ്റ കാര്യം കൂടി പറയാം. നേരത്തെ താങ്കൾ വയനാടിൽ അവസാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ എന്താണ്, 100 രൂപ ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചാൽ ചില്ലറയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. എന്തൊരു നിലപാടാണ് ഓരോ കാര്യത്തിലും. ഈ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ നിങ്ങൾ ഭരിക്കാത്ത സംസ്ഥാനങ്ങളോട് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പൊ തന്നെ ഈ സംവിധാനം എല്ലാം വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നാളെ ഇതൊക്കെ മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളെ എതിർക്കുന്നവരെ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കും. അതിനനുസൃതമായ ഒരു ഭരണഘടനയെ കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർക്കാനാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനാണ് ഇവർ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ. ഇവിടെ ഇപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഈ താങ്കളുടെ ഒരു കമന്റിലേക്ക് വരുന്നതിന് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഇവിടെ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു വിഷയം ഒരു സംസ്ഥാനത്തിനകത്ത് കോടതി നിർദ്ദേശാനുസരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട പ്രശ്നമായിട്ട് മാത്രമേ അത് വരുന്നുള്ളൂ. പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, അത് ഭരണഘടനയോട് തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഭരണഘടനയെ ദുർബലപ്പെടുത്തും വിധം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ആശങ്കയും സാഹചര്യങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു പൊതു പശ്ചാത്തലമുണ്ട്. അതെല്ലാം നമ്മൾ ചർച്ചയുടെ ഭാഗമായി പല രീതിയിൽ വന്നു കഴിഞ്ഞതാണ്. ഒറ്റ കാര്യത്തിൽ വളരെ ചുരുക്കം 2 വാക്കുകളിൽ, ഇത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് സംസ്ഥാനങ്ങളെ തന്നെയായിരിക്കുമോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അതെ, നമ്മൾ ഈ കേന്ദ്രം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് എന്ന കൃത്യമായ വ്യക്തമായ ഭരണഘടനാ വ്യവസ്ഥ ഉള്ളപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക. ഞാനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടനിലുള്ളതുപോലെ ഒരു യൂണിറ്ററി സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ സംസ്ഥാനങ്ങളില്ല, നിയമസഭകളില്ല, ഏതാനും പ്രവിശ്യകളുണ്ടാകും, അതും കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ എല്ലാം സൗകര്യപ്രദമായി മാറുന്നു. ആ സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഭരണഘടനയുടെ ആ സത്ത ചോർത്തിക്കളഞ്ഞുകൊണ്ടുള്ള, നിർജീവമാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കും. ഞാനോ അല്ലെങ്കിൽ ഈ വിഷയത്തെ എതിർക്കുന്നവരോ, പാർട്ടികൾ ഉൾപ്പെടെ, വ്യക്തികൾ ഉൾപ്പെടെ, പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ, അവരിതിനെ എതിർക്കുന്നത് വളരെ വിശാലമായ വീക്ഷണത്തിൽ, ദീർഘവീക്ഷണത്തിൽ നാളെ ഈ ഭരണഘടനയ്ക്ക്, നമ്മുടെ ഭരണ സംവിധാനത്തിന് ഉണ്ടാകാൻ പോകുന്ന അപകടത്തെ കണ്ടുകൊണ്ടുള്ള എതിർപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സോമൻ ചെയ്യുന്നത് പോലെ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിൽ നിന്ന് തെറ്റുമാറി പോകാൻ കഴിയില്ല. തീർച്ചയായും അത് ചർച്ചയുടെ ഒരു ഭാഗമായി സംഭവിച്ചു പോകുന്നതാണ് എന്നതിനപ്പുറത്തേക്ക് വളരെയധികം നന്ദി 3 പേർക്കും ഈ ചർച്ചയിൽ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചതിന്. ഭരണഘടനയെയും ഭരണ സംവിധാനത്തെയും സംസ്ഥാനങ്ങളെയും ഒക്കെ വളരെ ആഴത്തിൽ, വളരെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിയമനിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടം ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നു. ഒരൊറ്റ തെരഞ്ഞെടുപ്പെന്ന ഘട്ടത്തിലേക്ക്, നിയമനിർമ്മാണത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അങ്ങനെ ആശങ്കാജനകമായ ഒരു സാഹചര്യം നിൽക്കുകയാണ്. ഇന്ത്യ എന്ന നിലനിൽപ്പിനാധാരമായ ഫെഡറലിസം ഏറ്റവും ശക്തമായി തന്നെ സംസ്ഥാനങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ഒരു കേന്ദ്ര സർക്കാരിനൊപ്പം തന്നെ, കേന്ദ്രത്തോടൊപ്പം തന്നെ നിൽക്കാൻ കഴിയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആ സങ്കല്പത്തിൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ദുർബലപ്പെടുന്നതിനും ആ നിലയിലേക്ക് ഒരു സംവിധാനത്തെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിലേക്കും കേന്ദ്ര സർക്കാർ നീങ്ങുമ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. ആ വിമർശനം നാളെ ഈ രാജ്യത്ത് സംഭവിക്കാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ള ആളുകൾ അവരുടെ വിമർശനത്തിലൂടെ ഉന്നയിച്ചത്. നന്ദി സജീഷ്, അതുപോലെ ശ്രീ സോമൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഞങ്ങളോട് സഹകരിച്ചതിന്.